നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ആശങ്കയായി ഷിഗല്ല വ്യാപനം. 18 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 132 പേർക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. ഇന്നലെ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ പാനീയം വീണ്ടും പരിശോധനയ്ക്ക് അയച്ചു. വയനാട്, തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലായി 18 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. ഇന്നലെ രോഗം ബാധിച്ച ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. ഷിഗല്ല ബാധിച്ച് മലപ്പുറം കീഴാറ്റൂർ സ്വദേശിയാണ് മരിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിലെ ശീതളപാനീയത്തിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഇന്നലെയാണ് കണ്ടെത്തിയത്. KSRTC ബസ് സ്റ്റാൻഡിലുള്ള കുഴൽക്കിണറിൽ നിന്നാണ് ഈ സ്ഥാപനം വെള്ളം എടുക്കുന്നത്. മറ്റു കടകളിലേക്കും ഈ കിണറിൽ നിന്ന് തന്നെയാണ് വെള്ളം എടുക്കുന്നതെങ്കിലും ഈ സ്ഥാപനങ്ങളിലെ പാനീയങ്ങളിലൊന്നും ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ ബേക്കറിയിലെ പാനീയം പഞ്ചായത്ത് അധികൃതർ വീണ്ടും പരിശോധനയ്ക്ക് അയച്ചു. ഇതുവരെ ആർക്കും ഷിഗല്ലയുടെ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. KSRTC ബസ് സ്റ്റാൻഡിലുള്ള ബേക്കറി ആയതിനാൽ ദിനംപ്രതി നിരവധി പേരാണ് ഇവിടെ നിന്ന് പാനീയം വാങ്ങി കുടിക്കുന്നത്. ഇത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് വയറിളക്കവും ഷിഗല്ലയും വ്യാപകമായ ആറാട്ടുപുഴയിൽ പരിശോധിച്ച ജല അതോറിറ്റിയുടെ 17 കുടിവെള്ള സാമ്പിളുകളിൽ 8ലും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കുഴൽക്കിണറുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിലും കോളിഫോം സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതോടെ കുടിവെള്ളം തന്നെയാണ് ജില്ലയിൽ പടർന്നുപിടിച്ച വയറിളക്കത്തിനും ഷിഗല്ലയ്ക്കും പ്രധാന കാരണമെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി. കഴിഞ്ഞ ദിവസം ആലപ്പുഴ പഴവീട് RO പ്ലാന്റിൽ നിന്ന് ശേഖരിച്ച കുടിവെള്ള സാമ്പിളിലും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഇവിടെയും വയറിളക്ക രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തെക്കൻ മേഖലയിലുള്ള ആറാട്ടുപുഴയിൽ 6 പേർക്കും വടക്കൻ മേഖലയിലുള്ള കൊടുംതുരുത്തിൽ ഒരാൾക്കും ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ജില്ലയിലൊട്ടാകെയുള്ള കുടിവെള്ള സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്ക് വിധേയമാക്കിയേക്കും എന്നാണ് വിവരം. രോഗവ്യാപനം തടയാൻ കുടിവെള്ളം ക്ലോറിനേറ്റ് ചെയ്യാൻ ആരോഗ്യവകുപ്പ് അധികൃതർ ജല അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതനുസരിച്ച് പലയിടത്തും ക്ലോറിനേഷൻ നടപടികൾ തുടങ്ങി. എന്നാൽ പൈപ്പ് പൊട്ടിയ ഇടങ്ങൾ കൃത്യമായി കണ്ടെത്തി പരിഹരിക്കാൻ ജല അതോറിറ്റിക്ക് കഴിയാത്തത് ഗുരുതര വീഴ്ചയായി തുടരുന്നു. ആലപ്പുഴ കൊമ്മാടി ജംഗ്ഷന് പടിഞ്ഞാറുള്ള വീടുകളിൽ ആഴ്ചകളായി കലക്കവെള്ളമാണ് ജല അതോറിറ്റിയുടെ പൈപ്പിലൂടെ ലഭിക്കുന്നത്. പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടായില്ല. പൈപ്പിലെ ചോർച്ച എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാത്തതായിരുന്നു കാരണം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടത്തും പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. വലിയ പൊട്ടൽ മാത്രമാണ് കണ്ടെത്താനാകുന്നത്. അല്ലാത്തവ കണ്ടുപിടിക്കാൻ കഴിയാത്തതാണ് മാലിന്യം കുടിവെള്ളത്തിൽ കലരാൻ കാരണമാകുന്നത്. ആറാട്ടുപുഴയിൽ കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. മലത്തിലൂടെ രക്തം പോയതായി കണ്ടെത്തിയതോടെയാണ് ഇവരുടെ സാമ്പിൾ പരിശോധിച്ചത്. ഫലം പോസിറ്റീവായതോടെ മലത്തിലൂടെ രക്തം പോയ 100-ലേറെ പേരെ കണ്ടെത്തി. ഷിഗല്ലയാണെന്ന് ഉറപ്പിച്ചാണ് ഇവർക്കിപ്പോൾ ചികിത്സ നൽകുന്നത്. ഷിഗല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധയുടെ പ്രധാന ലക്ഷണമാണ് മലത്തിലൂടെ രക്തം പോകുന്നത്. അതിനാൽ ആരും അത് നിസ്സാരമായി കാണരുതെന്നാണ് ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന മുന്നറിയിപ്പ്. 11 ദിവസത്തിനിടെ 1786 വയറിളക്ക രോഗികളാണ് ഉണ്ടായിട്ടുള്ളത്. ജൂൺ 1 മുതൽ 12 വരെയുള്ള കണക്കുപ്രകാരം ജില്ലയിൽ വയറിളക്കത്തിന് ചികിത്സ തേടിയത് 1786 പേർ. ഇതിൽ ഷിഗല്ല രോഗലക്ഷണമുള്ളവരുമുണ്ട്. കഴിഞ്ഞ മാസം വരെ 50 പേർ മാത്രമാണ് ശരാശരി ദിവസം വയറിളക്കത്തിന് ചികിത്സ തേടിയിരുന്നത്. എന്നാൽ മഴ തുടങ്ങിയതോടെ അത് 150, 200 വരെയായി ഉയർന്നു. മോശം കുടിവെള്ളത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തവും ഹെപ്പറ്റൈറ്റിസ് A ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസം 6-നാണ് 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല ഉണ്ട്. 4 വയസ്സുള്ള പെൺകുട്ടിക്കും 7 വയസ്സുള്ള ആൺകുട്ടിക്കുമാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കുട്ടികൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും അധികൃതർ അറിയിച്ചു. ഷിഗല്ല ബാധയെ തുടർന്ന് ഒരു മരണം ഇന്നലെ സ്ഥിരീകരിച്ചു. ഷിഗല്ലയ്ക്ക് പുറമെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പിത്തം, വെസ്റ്റ് നൈൽ പനി തുടങ്ങിയ രോഗങ്ങളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നലെ 56 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചപ്പോൾ 11 പേർക്ക് എലിപ്പനിയും 3 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 24 പേർക്ക് മഞ്ഞപ്പിത്തവും 94 പേർക്ക് ചിക്കൻ പോക്സും റിപ്പോർട്ട് ചെയ്തു. വെസ്റ്റ് നൈൽ പനിയും ആശങ്ക ഉയർത്തുന്നു. ഇന്നലെ 6 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഷിഗല്ല അണുബാധ അല്ലെങ്കിൽ ഷിഗല്ലോസിസ് ദഹന വ്യവസ്ഥയെ, പ്രത്യേകിച്ച് കുടലുകളെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയ അണുബാധയാണ്. ഷിഗല്ല എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുന്നത്. പരിസ്ഥിതിയിലെ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് വയറിളക്കത്തിന് കാരണമാകും. ഇത് പകർച്ചവ്യാധിയാണ്.
കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകാം. അണുബാധയുടെ തീവ്രതയിൽ വ്യത്യാസമുണ്ടാകാം. മിതമായ ഷിഗല്ലോസിസിന് വൈദ്യചികിത്സ പോലും ആവശ്യമില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് 3 ദിവസത്തിനുള്ളിൽ മാറാത്ത കഠിനമായ വയറിളക്കമുണ്ടെങ്കിൽ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. ബാക്ടീരിയ ബാധിച്ച് 1-2 ദിവസങ്ങൾക്ക് ശേഷമാണ് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങൾ ഇവയാണ്: മലത്തിൽ രക്തം, അതിസാരം, കഠിനമായ വയറുവേദന അല്ലെങ്കിൽ മലബന്ധം, പനി അല്ലെങ്കിൽ തണുപ്പ്, ഓക്കാനം അല്ലെങ്കിൽ ഛർദി, ശരീരഭാരം കുറയൽ അല്ലെങ്കിൽ നിർജ്ജലീകരണം. അണുബാധയുണ്ടായതിനു ശേഷം ഒരാഴ്ചയോളം രോഗലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. ചില ആളുകൾക്ക് രോഗലക്ഷണങ്ങളൊന്നും കാണാറുമില്ല, പക്ഷേ അവരുടെ മലം ഇപ്പോഴും അണുബാധ വഹിക്കുന്നുണ്ടാകാം. ഷിഗല്ല അണുബാധയുടെ കാരണങ്ങൾ ഇപ്രകാരമാണ്. ഷിഗല്ല അണുബാധ പകർച്ചവ്യാധിയാണ്. രോഗബാധിതനായ വ്യക്തിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുക എന്നതാണ് അണുബാധ പകരാനുള്ള ഏറ്റവും സാധാരണമായ മാർഗം. മലിനമായ ഭക്ഷണം കഴിക്കുന്നത്, ഷിഗല്ല ബാക്ടീരിയ ബാധിച്ചവർ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് അണുബാധയ്ക്ക് കാരണമാകും. മലിനജലം കലർന്നാൽ ഭക്ഷണത്തിൽ ഷിഗല്ല ബാക്ടീരിയയും അടങ്ങിയിരിക്കാം. അതുപോലെ മലിനമായ വെള്ളം കുടിക്കുന്നതും ബാക്ടീരിയ പടരാൻ കാരണമാകും. ബാക്ടീരിയ അടങ്ങിയ നീന്തൽ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതും അണുബാധ പടർത്തും. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണിക്കുകയോ രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തുകയോ ചെയ്താൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക. ഷിഗല്ല അണുബാധ തടയാൻ നിരവധി മാർഗങ്ങളുണ്ട്. പതിവായി കൈ കഴുകുക. എപ്പോഴും കൈ കഴുകുന്നത് ശീലമാക്കുക. രോഗബാധിതനായ വ്യക്തിയിൽ നിന്ന് അകലം പാലിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. തെരുവ് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷിഗല്ല വായുവിലൂടെ പകരില്ല. അതുകൊണ്ട് തന്നെ അത്തരം പേടി ആവശ്യമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.